Good morning, children. Social studies. നമുക്ക് നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ പഠിക്കും. ചാപ്റ്റർ 11 സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്. സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്. പേജ് നമ്പർ 94. സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകും. എക്ലിപ്സ്. ദ സൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. It gives heat and light. Sun is very important. It gives heat and light. In ancient times, when people saw that the light of the sun was partly or completely hidden, they were frightened by it. People thought of various different explanations for a solar eclipse. None of these explanations was scientific. പണ്ട് ഒത്തിരി വർഷങ്ങൾ ഏൻഷ്യൻ ടൈംസിൽ ആൾക്കാരിങ്ങനെ സൂര്യനെ ചന്ദ്രനെയൊക്കെ ഹാഫായിട്ട് കാണുമ്പോഴും അത് ഫുൾ ഹാഫിലെയോ കംപ്ലീറ്റ്ലി അത് ഹിഡനായിട്ട് മറിഞ്ഞിരിക്കുമ്പോഴൊക്കെ അവർ പല എക്സ്പ്ലനേഷൻസ് കൊടുത്തിരുന്നു പഴയ കാലത്തെ മനുഷ്യർ. പക്ഷേ അതെല്ലാം സയൻറ്റിഫിക്കലി നൺ ഓഫ് ദീസ് എക്സ്പ്ലനേഷൻ സയൻറ്റിഫിക്കലി അതൊന്നും ക്ലിയർ അല്ല. നോക്കിയേ, what actually happened during an eclipse has been explained by astronomers and scientists. അങ്ങനെ ആസ്ട്രോണമേഴ്സ് അവരുടെ ഈ സണ്ണിനെ പറ്റി മൂണിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്ന സയൻറ്റിസ്റ്റിനെയാണ് സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡീസ് ദ സൺ മൂൺ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നതാണ് ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത്. അവരതിനെപ്പറ്റി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. എക്ലിപ്സ് ദേ ഒബ്സർവ്ഡ് ആൻഡ് സ്റ്റഡീഡ് എക്ലിപ്സ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഹൗ ദീസ് ഹാപ്പൻ, എങ്ങനെ ഇതുണ്ടാകുന്നു. റീസൺസ് ഫോർ എക്ലിപ്സ്. Eclipse happen for the following reasons. The orbit of the moon around the sun. The orbit of the moon around the sun. സണ്ണിന് ചുറ്റും ഒരു നമുക്കെന്നറിയാം, നമ്മൾ സൺ അല്ലേ, സണ്ണിന് ചുറ്റും എന്താ ഓരോ പ്ലാനറ്റ്സും ഉണ്ട് അല്ലേ. 9 പ്ലാനറ്റ്സ് പഠിച്ചാൽ ഇതിലവിടെ ഒരു എർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഈ എർത്ത് ഇങ്ങനെ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഈ പാത്താണ് ഓർബിറ്റ്. എന്നതുപോലെ ഈ എർത്തായ ഒരു പ്ലാനറ്റിന് ചുറ്റും ആര് മൂവ് ചെയ്യുന്നുണ്ട്? മൂൺ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് വേണ്ടായിരുന്നു. മൂൺ മൂവ് ചെയ്യുന്നുണ്ട്. ഈ എർത്തിന് ചുറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണല്ലോ, സാറ്റലൈറ്റ് ഉണ്ട്. അതുപോലെ എർത്തിന് ചുറ്റും എർത്തിൻ്റെ സാറ്റലൈറ്റാണ് മൂൺ. എർത്തിന് ചുറ്റും മൂൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് ഉള്ള ആ ഒരു ലൈറ്റ് സണ്ണിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് മറഞ്ഞിരിക്കും. ഈ എർത്തും മൂണും ഒരേപോലെ സ്ഥലങ്ങളിൽ വരുന്നു കഴിയുമ്പോഴാണ് ഈ എക്ലിപ്സ് ആണ്. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഈ സണ്ണിൽ നിന്ന് മേടിക്കുന്ന ലൈറ്റ് ഈ മൂണിലോട്ടും എർത്തിലോട്ടും പകുതിയേ വരത്തുള്ളൂ. ഒരു ഷാഡോ ഒരു ഓബ്ജക്റ്റായിട്ട് ഒരു ഒപ്പീക്ക് ഓബ്ജക്റ്റ് തടസ്സമായിട്ട് നിൽക്കും. അപ്പോഴാണ് ഈ ഗ്രഹണം, അതായത് എക്ലിപ്സ് ഉണ്ടാകുന്നത്. മനസ്സിലായാലും എല്ലാ സണ്ണിന് ചുറ്റും എർത്ത് മൂവ് ചെയ്യുന്നൊരു പാത്തുണ്ട് അല്ലേ, അതാ ഓർബിറ്റിൽ കൂടെ മൂവ് ചെയ്യുന്നത്. എന്നതുപോലെ എർത്തായ പ്ലാനറ്റിന് ചുറ്റും ഈ മൂൺ പാസ് ചെയ്യുന്നുണ്ട്. അതും ഒരു വേറൊരു ഓർബിറ്റിൽ കൂടെ റൗണ്ട് ചെയ്യുന്നു. ആ സമയത്ത് സണ്ണും മൂണും ഒരേ പോർഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ പിക്ചർ എവിടെ കാണിച്ചേക്കുന്നത് സമയത്താണ് ഹാഫ് ലൈറ്റേ കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ഈ എക്ലിപ്സ് ഉണ്ടാകുന്നത്. First one, the orbit of the moon around the sun, the orbit of the earth around the sun. The shadow that is formed, the sunlight falls on an opaque object. ആ സമയത്ത് ഈ ഷാഡോ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാഡോ ഉണ്ടാകും. അതാണ് എക്ലിപ്സ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണം. എന്താ സോളാർ എക്ലിപ്സ്? ഇത് എപ്പോഴും അല്ല, ഇത് വർഷങ്ങൾ കൂടിയിരിക്കുമ്പോഴായി രണ്ടും കൂടെ ഒരുപോലെ വരുന്ന സമയം. അപ്പോൾ നമ്മൾ മലയാളം പത്രത്തിലൊക്കെ കാണും, ഇന്ന് വൈകിട്ടല്ല ഇന്ന് സൂര്യഗ്രഹണം കാണാം, ഇത്ര മണിക്ക് നിന്നാൽ കാണാം, രാവിലെ ഇങ്ങനെ നമ്മളെല്ലാവരും അത് കാണാനായിട്ട് നിൽക്കും. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല, അതിന് പ്രത്യേക സൺഗ്ലാസ് വെച്ച് കാണണം എന്നൊക്കെ നിങ്ങളും ന്യൂസ് പേപ്പറിലൊക്കെ കേട്ട് കാണും. അത് എപ്പോഴും അല്ല, ഈ എർത്തും മൂണും ഒരേ സ്ഥലത്ത് സണ്ണിന് പാരലായിട്ട് വന്നു കഴിയുമ്പോൾ ആ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഷാഡോ ആയിട്ട് നിൽക്കും. അപ്പോഴാണ് എക്ലിപ്സ് ഉണ്ടാകുന്നത്. സോളാർ എക്ലിപ്സ്. സോൾ മീൻ സൺ.
sun. A solar eclipse is when the sun is partly or completely hidden. Solar eclipse ആണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ? Sun is partly or completely hidden. This is how it happened. While moving along its orbit, the moon comes between the sun and the earth. It blocks the light of the sun from reaching the earth, and its shadow falls on the earth. This is solar eclipse. ടീച്ചറെ പറഞ്ഞില്ല, അതാണ് ഇത് രണ്ടും ഒരേ സൈഡ്. പിക്ചറിലോട്ട് നോക്കിയേ, കണ്ടോ? ഇത് എർത്ത്, ഇത് മൂണുമാണ്. എർത്തിന് ചുറ്റും മൂൺ ഇങ്ങനെ കറങ്ങി വരിക. മൂൺ കറങ്ങി ഈ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സണ്ണിൽ നിന്ന് ലൈറ്റ് വരുമ്പം ഒരു ലൈറ്റ് വന്നു കഴിയുമ്പോൾ ഈ എർത്തിലോട്ട് അടിക്കാൻ എന്ത് ചെയ്യും? ഒരു ഷാഡോ ആയിട്ട് മൂൺ വരും. അതാണ് ആ ഷാഡോ റിഫ്ലക്ഷൻ. ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കൊണ്ട് ഷാഡോ രണ്ട് രീതിയിലാണ്. അതിന് അംബ്ര ആൻഡ് പെനുംബ്ര എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് ആ ഷാഡോ. ചെറിയ ഷാഡോയ്ക്ക് അംബ്രാന്നും ലോങ് ആയിട്ട് ഷാഡോ ഇങ്ങനെ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോഴോ, ഈ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഷാഡോ ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ചെറിയതായിട്ട് ഷാഡോ വരും, അത് അംബ്ര. ആൻഡ് ലോങ് ആയിട്ട് ഷാഡോ ലൈറ്റ് വരുന്നതാണ് പെനുംബ്ര എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഡ്യൂറിങ് എ സോളാർ എക്ലിപ്സ് there are two shadows. The first shadow is umbra, and it is the dark center of the moon shadow, and it gets smaller and it reaches the earth. You can see this. See the diagram കാണിച്ചല്ലോ, the solar eclipse. The second shadow is penumbra. Clear ആയല്ലോ? People standing in the umbra see total solar eclipse. The sky becomes very dark as though it is night, and the birds stop singing. For a total solar eclipse, the sun, the moon and the earth should be in a perfect straight line. A total solar eclipse can only be seen from a small parts of the earth. Total solar eclipse ആയി കാണിക്കുന്നത്. ടോട്ടൽ സോളാർ എക്ലിപ്സിൻ്റെ ആ സമയങ്ങൾ ഇവിടെ പറയുന്നത്. the sun, moon and the straight line വരുന്നു. ആൻഡ് എന്താ പറയുന്നത്, സ്കൈ ബിക്കംസ് വെരി ഡാർക്ക് ആസ് ദോ ഇറ്റ്സ് നൈറ്റ്. സ്കൈ ഭയങ്കര ഡാർക്കായിരിക്കും, ഭയങ്കര നൈറ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ബേർഡ് സ്റ്റോപ്പ് സിംഗിങ്. പക്ഷികൾ പോലെ അപ്പം പാടത്തില്ലെന്നാണ് പറയുന്നത്. പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ ദ പെനുംബ്ര സീ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. പെനുംബ്ര എന്ന് പറയുമ്പോൾ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ഇൻ ദ പിക്ചർ നമ്മൾ കണ്ടല്ലോ. ദിസ് ഹാപ്പൻസ് വെൻ ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് ആർ നോട്ട് in exactly a straight line. Sun, moon ഒരു സ്ട്രേറ്റ് ലൈനിൽ വരികയല്ല. Are not in exactly a straight line. Solar eclipse last for only few minutes. They are exacting, but we should never look at an eclipse of the sun directly, even with the dark glasses, as it can damage the eyes permanently. There is a special equipment that should be used for seeing a solar eclipse. ഈ സോളാർ എക്ലിപ്സ് സമയത്ത് നമ്മളോട് പറയുന്ന സൂര്യഗ്രഹണമുണ്ട്. അപ്പം സൂര്യനെ നമ്മുടെ നേക്കഡായിട്ടുള്ള കണ്ണ് വെച്ച് നോക്കരുത്, ഗ്ലാസ് വെച്ച് നോക്കാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ എക്ലിപ്സ് ഒത്തിരി നേരത്തേക്കില്ല. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഡ് നോയ്ക്കകത്ത് പറയുന്നുണ്ട്. സോളാർ എക്ലിപ്സ് ഹാപ്പൻ ഓൺലി വൺസ് every 18 months, and the longest time that is solar eclipse that can last in 7 minutes 30 seconds. Okay, these are solar eclipse. ഈ സോളാർ എക്ലിപ്സ് നന്നായിട്ടൊന്ന് വായിക്കണം. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അടുത്ത ദിവസം ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോളാർ എക്ലിപ്സാണ് സൂര്യഗ്രഹണം. അത് നന്നായിട്ട് വായിക്കുക. സ്മോൾ ഷാഡോ ഉണ്ട്. ആ സ്മോൾ ഷാഡോയ്ക്ക് ഈ സ്മോൾ ഷാഡോ ആണ് അംബ്ര, ലോങ് ഷാഡോ ആണ് പെനുംബ്ര. രണ്ട് ഷാഡോ സണ്ണിൻ്റെ ലൈറ്റിൽ റിഫ്ലക്ഷൻ കൊണ്ടാണ് ഷാഡോ ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ എർത്തിൻ്റെ അവിടോട്ട് ലൈറ്റ് വരുമ്പോൾ ഈ മൂണും ഈ എർത്തും ഇത് ഒരേ സ്ഥലത്ത് വരുന്ന ഈ ഒരു സമയമാണ് എക്ലിപ്സ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് ഭയങ്കര ഡാർക്കായിരിക്കും. അതാ പറഞ്ഞ രണ്ട് ടൈപ്പ്. വെയിറ്റ്, 2 ടൈപ്സ്. ടോട്ടൽ സോളാർ എക്ലിപ്സ് ഭയങ്കര ഡാർക്ക് നൈറ്റാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അത് നന്നായിട്ട് പഠിക്കുക. ക്ലിയർ ആയാലും എക്ലിപ്സ് എന്താണെന്ന് വെയിറ്റ് ചെയ്യണം. Solar eclipse. Sol means sun. A solar eclipse is when the sun is partially or completely hidden. This is how it's happened. While moving along its orbit, the moon become the sun and the earth. It blocks the light of the sun from reaching the earth, and its shadow falls on the earth. This is solar eclipse. And okay, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വെയിറ്റ് ചെയ്യുന്ന വായിക്കുക. നെക്സ്റ്റ് ഡേ we will discuss lunar eclipse.